Welcome back again. This is two products unboxing. Ugreen brand product. One USB-C multifunction adapter. One Type-C cable. Okay? First, we multifunction adapter Type-C multifunction adapter. Okay? Booklet as usual booklet connection connect details language okay this device is compact. Actually this online compact metal frame okay. Inathu ports Type-C. This actually laptop connect cheyanengil idinu power cheyidale idinu function nadakkullu ennaanu njan manasilayathu. Appo namukku laptop connect cheyanam. Appo ipo laptop power oda kodukka adisham laptop inde ee cable നമ്മൾ laptop il connect cheya. Pinne idinu varuna outputs endu vechal HDMI ports undu, രണ്ട് USB undu, pinne oru micro SD card പിന്നെ normal SD card രണ്ട് SD card and options ഉണ്ട്. അപ്പോൾ വളരെ ഹാൻഡി ആണ്. ആക്ച്വലി നമുക്കിപ്പോൾ നോർമലി നമ്മൾ ഓഫീസിലേക്കാണെങ്കിൽ നമ്മൾ ലാപ്ടോപ്പും ഡോക്കിംഗ് സ്റ്റേഷൻ ഉപയോഗിക്കുന്ന പോലെ ഒരു എക്സ്പാൻഷനാണ്. നമുക്ക് ഇതിൻ്റെ യൂസ് എവിടെയൊക്കെയാണെന്ന് വെച്ചാൽ മോസ്റ്റ്ലി ഇപ്പോഴത്തെ അൾട്രാ ബുക്സ് ഓക്കെ, അതേപോലെ തന്നെ മാക് ബുക്ക് ഇപ്പോഴത്തെ പുതിയ M1 മാക് ബുക്കിലൊന്നും എയറിലൊന്നും ഇപ്പോൾ HDMI ഔട്ട്സൊക്കെ നമുക്ക് ഡയറക്റ്റായി കിട്ടില്ല. അതേപോലെ നമുക്ക് USB പോർട്ട്സ് ഇല്ല അതിനകത്ത്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ഈ സാധനം ഉപയോഗിക്കാൻ പറ്റും. ഇത് ആക്ച്വലി Type-C ആൻഡ് തണ്ടർ ബോൾട്ടാണ് എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ. എന്തായാലും കാഴ്ചയിൽ കൊള്ളാം. ഇതിന് റിവ്യൂസ് എന്തായാലും ഞാനിനി അടുത്ത ഇതിനെക്കുറിച്ച് റിവ്യൂസ് ഞാൻ പറയാം. എന്തായാലും ഇതാണ് പ്രോഡക്റ്റിൻ്റെ ഒരു ഓവറോൾ ലുക്ക്. എന്തായാലും വളരെ ഹാൻഡിയാണ്, നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്നുണ്ട് സാധനം. ഇത് പല വേർഷൻസിലുണ്ട്. ഇപ്പോൾ ഇതിപ്പോൾ 6-in-1 ആണ്, കാരണം 1 2 3 4 5 6 ആണ്. ഇതുപോലെ 9-in-1 5-in-1 10-in-1 അടക്കമുണ്ട്. 10-in-1 ആകുമ്പോൾ അഡീഷണൽ നെറ്റ്വർക്ക് പോർട്ട് വരും, പിന്നെ ചില ഓഡിയോ ഔട്ട് അടക്കം വരുന്ന ടൈപ്പ് ഉണ്ട്. അപ്പോൾ എനിക്ക് ഇതേ ആവശ്യമുള്ളൂ, കാരണം എനിക്ക് 2 USB എക്സ്ട്രാ വേണം. പിന്നെ ഒക്കേഷണലി ഒരു HDMI പോർട്ട്, നമുക്ക് എപ്പോഴെങ്കിലും നമുക്ക് മൈക്രോ SD എന്തെങ്കിലും ഉപയോഗിക്കാം. പക്ഷേ നമ്മൾ വളരെ റെയറായിട്ട് നമ്മളിത് ഉപയോഗിക്കാൻ സാധ്യതയുള്ളൂ, കാരണം ഇപ്പോൾ അധികം നമ്മൾ ഉപയോഗിക്കാറില്ല. മോസ്റ്റ്ലി നമുക്ക് വേണ്ടത് USB-യും ഈ HDMI-ക്കാണ് ആവശ്യം. അടുത്ത് വന്നിട്ട് ഒരു യുഗ്രീൻ്റെ തന്നെ ഒരു Type-C കേബിളാണ്. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം ഇതിൻ്റെ ക്വാളിറ്റി എങ്ങനെയുണ്ട്. യുഗ്രീൻ എന്നുള്ള ബ്രാൻഡാണ്. ഞാൻ മുമ്പും യുഗ്രീൻ്റെ ഒരുപാട് കേബിൾസ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്, സ്മാർട്ട് കേബിളൊക്കെ ടൈപ്പ്. ഇത് നല്ല ഒരു ക്വാളിറ്റിയാണ് എൻ്റെ മെയിൻ കേബിൾ, കാരണം നൈലോൺ ടൈപ്പാണത്. പിന്നെ ഇതൊരു മെറ്റൽ, ഒരു പ്ലാസ്റ്റിക് അല്ല മെറ്റലാണ് ഈ ഭാഗത്തൊക്കെ. നല്ലൊരു കണക്ഷൻസൊക്കെ ക്വാളിറ്റി ഉണ്ട്. നമ്മളെല്ലാവരും പൊതുവേ എല്ലാവരും ഈ കേബിൾസിലൊക്കെ എല്ലാവരും കോംപ്രമൈസ് ചെയ്യും. എൻ്റെ അഭിപ്രായത്തിൽ ആരും കേബിൾ കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല, കാരണം പല ആൾക്കാർ ലോ ക്വാളിറ്റി പ്രൈസസ് ഒക്കെ നോക്കിയിട്ട് നമ്മളങ്ങനെ ചെയ്യാം. കാരണം എന്താ വെച്ചാൽ അത് ആക്ച്വലി കറക്റ്റ് ചാർജിങ് കറക്റ്റ് ആംബിയർ കിട്ടില്ല നമുക്ക് മൊബൈലിൽ. അപ്പോൾ നമ്മൾ കറക്റ്റ് അതിൻ്റെ പറഞ്ഞ ഒറിജിനൽ അഡാപ്റ്ററും നല്ല കേബിളും നല്ല ക്വാളിറ്റിയുള്ള കേബിൾസ് ഉപയോഗിക്കുകയാണെങ്കിൽ ആ മൊബൈൽ നന്നായിട്ട് ചാർജ് ചെയ്യാൻ കഴിയും, കാരണം കറക്റ്റ് അതിന് വേണ്ട വോൾട്ടേജും കറക്റ്റ് ആംബിയറും അതിന് കിട്ടും. എന്നാൽ ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട് അങ്ങനെ ബന്ധപ്പെട്ടിട്ട്. എൻ്റെ അടുത്തുള്ള ഒരു ആങ്കറിൻ്റെ ഒരു മൾട്ടിപോർട്ട് ചാർജിങ് അഡാപ്റ്റർ ഡോക്കിംഗ് സ്റ്റേഷൻ ഉണ്ട്. അപ്പോൾ അതിന് ബേസ് ചെയ്ത് ഞാൻ വേറെ വീഡിയോ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഓവറോൾ ലുക്ക് ഈ കേബിളിൻ്റെ. എന്തായാലും നല്ല കേബിളാണ്. ഞാൻ മുമ്പും ഈ യുഗ്രീൻ്റെ വാങ്ങിച്ച കാരണം ഇതൊരു വേറെ ടൈപ്പാണെന്ന് മാത്രം. ഓക്കെ, ഇതാണ് നമ്മൾ നേരത്തെ അൺബോക്സ് ചെയ്ത ഈ USB Type-Cൻ്റെ ഒരു ഹബ്ബ് 6-in-1. ഇതെവിടെ കണക്ട് ചെയ്യണമെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മളിപ്പോൾ നോർമൽ ലാപ്ടോപ്പിൻ്റെ ഇതിൻ്റെ ലാപ്ടോപ്പിൻ്റെ പവർ കണക്ഷനാണിത്. നോർമലി നമ്മളിതിങ്ങനെ കണക്ട് ചെയ്യുക, പക്ഷേ അത് കണക്ട് ചെയ്യുമ്പോഴൊരു പോർട്ടുണ്ട്, ഇത് പവർ ഡെലിവറി എന്ന് പറയും. ഇതിവിടെ കണക്ട് ചെയ്യുക. കണക്ട് ചെയ്ത ശേഷം ഈ ഒരു കണക്ഷൻ ഇവിടെ കൊടുക്കുക ഈ ലാപ്ടോപ്പിൻ്റെ. ഇത് അൾട്രാ ബുക്ക് കാരണം ഇത് Type-C ആണത്. ഓക്കെ, ഇവിടെ കണക്ട് ചെയ്തു. കണക്ട് ചെയ്യുന്നതോടുകൂടി ഇവിടെ ലാപ്ടോപ്പിൽ പവറിൻ്റെ സിമ്പിളൊക്കെ വന്നു കഴിഞ്ഞു. ലാപ്ടോപ്പ് ചാർജ് ആകുന്നുണ്ട്, അതിൻ്റെ ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേ ഇപ്പോൾ എക്സ്ട്രാ ഇനിയൊരു സ്ക്രീനിന് നമുക്ക് കൊടുക്കാം. സ്ക്രീൻ ഇപ്പോൾ ഓൾറെഡി ഇപ്പം
ഈ ലാപ്ടോപ്പിൻ്റെ കണക്ഷൻ ഇവിടെ നിന്ന് ഡയറക്റ്റ് HDMI കൊടുത്ത കാരണം എനിക്ക് എൻ്റെ ആവശ്യമില്ല. ഇത് ഇവിടെ നിന്ന് കൊടുക്കാം. പിന്നെ നമുക്ക് 2 ഈ പറഞ്ഞ USB ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് കാരണം ഇപ്പോൾ എനിക്കിപ്പോൾ എൻ്റെ അടുത്തുള്ള ഈ സാൻഡ് ഡിസ്കിൻ്റെ ഒരു എക്സ്റ്റേണൽ സ്റ്റോറേജ് ഉണ്ട്. അപ്പോൾ അതെനിക്ക് ഇവിടെ ഈ ഒരു പോർട്ടിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി എനിക്കിവിടെ എൻ്റെ ഹാർഡ് ഡിസ്ക് ഓപ്പൺ ആയി ഇവിടെ. അപ്പോൾ ഇറ്റ്സ് വെരി സിമ്പിൾ, ക്വൈറ്റ് സിമ്പിൾ. അഡീഷണലായിട്ട് ഇവിടെ ഒരു മൈക്രോ SD-ൻ്റെയും പോർട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് കണക്ട് ചെയ്ത് നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടാവുന്നതാണ്. അപ്പോൾ നിങ്ങളത് കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെയ്ക്കും ഇറ്റ്സ് ഗുഡ് ബൈ ഫ്രം ഇൻസൈഡ്.